Hai. Datang. പഴമയുടെ രുചിയും സ്നേഹവും കോർത്തിണക്കുന്ന ഒരു നാടൻ മധുര പലഹാരമാണ് അവലോസുണ്ട. 4 തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. 1 കിലോ പൊടിയാണ് അരിപ്പൊടി. ആ തേങ്ങയും അരിപ്പൊടിയും കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം അരമണിക്കൂർ നമുക്കതിവിടെ വെക്കാം. എന്നിട്ട് വേണം പൊടി വറക്കാൻ. അരമണിക്കൂർ ഇതിങ്ങനെ പൊടി ഒന്നും നനയാനായിട്ട് നമ്മളിങ്ങനെ വെക്കണം. അത് ഇപ്പം പൊടി നനച്ച് വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി ഇത് അടപ്പത്ത് വെച്ച് നമുക്ക് പൊടി വറക്കാം. പൊടി വറക്കുക. ഉരുളിക്ക് കട്ടിയുള്ളതുകൊണ്ട് ഗ്യാസിലൊക്കെ വെച്ചത് ചെയ്യാൻ പറ്റില്ല. അടപ്പിൽ തന്നെ വെച്ചൊക്കെ ചെയ്യാം. ഏലക്കായ, ചുക്ക്, ജീരകമൊക്കെ ഇട്ട് നല്ലോണം എടുത്താൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഉണ്ട. അധികം ശർക്കര മൂക്കാതിരുന്നാൽ നമുക്ക് വേഗം കഴിക്കാം. മുമ്പൊക്കെ ഇതേപോലെ ശർക്കര മൂപ്പിച്ചാണ് എടുക്കണം. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുക്കണം. അപ്പം അങ്ങനെയല്ല, ഇച്ചിരി മൂപ്പ് കുറച്ചാണ് ഞാൻ ഉണ്ടാക്കണത്. കുറച്ച് എള്ളും ജീരകവും കൂടി നമുക്കിതിലിട്ട് കൊടുക്കാം. എള്ളിട്ട് ജീരകം. ഇനി നമുക്ക് പൊടി വറക്കാം. ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് പൊടി അടപ്പത്ത് വെച്ച് വറക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു അരമണിക്കൂറും കൂടെ വേണ്ടി വരില്ല. നോക്കാം എത്ര സമയവും. വറുത്ത് കഴിഞ്ഞ അവലോസ് പൊടിയായി. നാളെ ഉണ്ട ഉണ്ടാക്കാം. അത് കാണിച്ചു തരാം. പൊടി ഒരു പാത്രത്തിലോട്ട് കോരി ഇടാം. പൊടി കഴിക്കുന്നവർക്ക് പൊടി കഴിക്കാം. ഇത് ഞാൻ ഉണ്ട ഉണ്ടാക്കാനാണ്. പൊടി വറുത്ത് ആറിയതിന് ശേഷമാണ് ഉണ്ട ഉണ്ടാക്കാൻ നല്ലത്. ഞാൻ ഇതേപോലെ ഒരു പ്രാവശ്യം വറുത്ത് കുറച്ച് കഴിഞ്ഞ് ഉണ്ട ഉണ്ടാക്കിയിട്ട് ഉണ്ട ശരിയായില്ല. അപ്പോൾ പൊടി ചൂടാറണം ശരിക്കും. അവലോസ് ഉണ്ട ഉണ്ടാക്കാനായിട്ട് ഏലക്കായ, ജീരകം, ചുക്ക്, ഇനി അതൊന്ന് പൊടിച്ചെടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് ശർക്കര ഉരുക്കി അതിലോട്ടിട്ട് ഉണ്ട ഉണ്ടാക്കാൻ. 1 കിലോ പൊടിക്ക് 3/4 കിലോ ശർക്കര. അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കി എടുക്കാം.
ഉണ്ടൊക്കെ ഉരുളി വെക്കാൻ. അവലോസുണ്ട ഉണ്ടാക്കാൻ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ശർക്കര ഉരുക്കി വേറൊരു പാത്രത്തിലോട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഒഴിക്കുക. ഇനി അത് നല്ലതുപോലെ തിളച്ച് ശർക്കര ഒരു മൂപ്പുണ്ട്, അതിൻ്റെ പാകം നോക്കിയിട്ട് വേണം. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ ശർക്കര മൂക്കണം. പിന്നെ അതിൽ എള്ളിട്ട് കൊടുക്കണം. ശർക്കരയിൽ എള്ളിട്ട് കൊടുക്കും. എള്ള് കടിക്കണതിനൊരു ടേസ്റ്റ് ഉണ്ട്. ശർക്കര കിടന്ന് മൂക്കണ എള്ളിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് നേരം കഴിയും. ശർക്കര ചൂടായി ഒരു മൂക്കട്ടെ. 10-15 മിനിറ്റ് ശർക്കര അടപ്പത്ത് കിടന്ന് മൂക്കണം. അതിനകത്ത് ചുക്ക്, ജീരകം ഇതൊക്കെ പൊടിച്ചതിട്ട് ശർക്കര മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ചുക്ക്, ജീരകം, ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കും. ശർക്കര മൂത്താന്ന് ഇങ്ങനെ ഒരേ തുള്ളി വീഴുന്നതാണ്. ഞാൻ ഒരു ഇത്തിരി വെള്ളത്തിലെടുത്ത് ഒഴിച്ച് നോക്കിയാണ് പാകം അറിയണം നോക്കാം. ഒന്നും കൂടെ നോക്കാം. ഇപ്പം അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഈ പാകത്തിനാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. വീടുകളിലൊക്കെ ആളുകൾ വാങ്ങും. അതുകൊണ്ട് ഇങ്ങനെ വേഗം പൊട്ടിപ്പോരണ ആ രീതി. ഇതെനിക്ക് ഇത്രയും മൂപ്പം മതി. ശർക്കര ഇനി പൊടി ഇതിലേക്ക് ഇടാം. ഇത് 750 ഗ്രാം ശർക്കരയാണ്. 1 കിലോ പൊടിയാണ്. 1 കിലോ അവലോസ് പൊടിക്കാണ് 750 ഗ്രാം ശർക്കര. അത് 30 ഉണ്ട, 28 ഉണ്ട. അത് ഉണ്ടയുടെ വലിപ്പം പോലെ ഇരിക്കും. 1 കിലോ കൊണ്ട് അത്ര ഉണ്ടയൊക്കെ കിട്ടും. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഉണ്ട ഉണ്ടാക്കണം. ഞാൻ ചേട്ടനും കൂടെ. ചേട്ടൻ ആദ്യം പിടിക്കും. 10 എണ്ണം പിടിക്കുമ്പോൾ ഞാൻ 5 എണ്ണം പിടിക്കും. കൈ കൊള്ളുമല്ല. ഉണ്ട പിടിക്കുമ്പോൾ കൈ പൊള്ളുമ്പോൾ ഇച്ചിരി പൊടി കയ്യിൽ വാരി പിടിച്ചിട്ടാണ് ഉണ്ട ഉണ്ടാക്കുന്നത്. ശർക്കര ചൂടുണ്ടാകുന്നതാണ്. മിക്സിയിലിട്ട് അത് ഞാനൊന്ന് പൊടിക്കും. അപ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടുമ്പോൾ അത് വാരി കയ്യിൽ പിടിച്ചിട്ടാണ് ഉണ്ട ഉണ്ടാക്കുന്നത്. ചേട്ടൻ ആദ്യം ഉണ്ടാക്കി ഉണ്ട പിടിക്കും. ആദ്യം ഇത് ഇപ്പം ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ട പിടിക്കാനുള്ള പാകമായിട്ടുണ്ട്. ഇനി ഇതിറക്കാം. അപ്പം ഞാൻ ഉണ്ട പിടിക്കാൻ ഒരിത്തിരി പൊടിയിട്ട് മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇട്ടിട്ട് വേണം കൈ ചൂടാക്കും. ഉണ്ട അതുപോലെ കഴിക്കാനും നല്ലതാണ്. ഉണ്ട ഉണ്ടാക്കാൻ ഇഷ്ടം. കൈ പൊള്ളണത് കൊണ്ട് ആരും ഇത് ഉണ്ടാക്കാറില്ല. ഉണ്ട പിടിക്കുകയാണ്. ചേട്ടൻ ആദ്യം പിടിക്കും. ചേട്ടൻ 10 എണ്ണം പിടിക്കുമ്പോൾ ഞാൻ ആ പൊടി വാരിക്കും. കയ്യിൽ ചൂടാണ്. അതിൻ്റെ അകത്ത് തന്നെ വെച്ച് ഇതിപ്പോൾ ഇച്ചിരി വലിയ ഉണ്ടയാണ്. ഇച്ചിരി കൂടെ ചെറുതാണ്. ചൂടുണ്ട്. ഉണ്ട പിടിക്കാൻ ആർക്കൊക്കെയാണ് ഇഷ്ടം എല്ലാവരും ആ ഉണ്ട പിടിക്കാൻ പോരി. വേഗം പിടിക്കണം. ഇത് ചൂടാറിയാൽ ഉണ്ട പിടിക്കാൻ കിട്ടൂല. അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വേഗം ഉണ്ട പിടിച്ചെടുക്കണം ചൂടാറുന്നതിന് മുമ്പ്.
എങ്ങനെയുണ്ട് അടിപൊളി.